കള്ളിച്ചെല്ലമേലെ ഒരു ഗാനം യഥാർത്ഥത്തിൽ താങ്കൾ ആഗ്രഹിച്ച പാട്ട് ബ്രഹ്മാനന്ദം പാടുന്നു, ആഗ്രഹിക്കാത്ത പാട്ട് താങ്കൾ കിട്ടുന്നു. പക്ഷെ ആ പാട്ട് താങ്കളെ വേറൊരു തരത്തിലേക്ക് ഉയർത്തും. എന്തെല്ലാം നിമിത്തങ്ങളാ ചേട്ടാ ജീവിതത്തിൽ? ഒരുപാട് നിമിത്തങ്ങളുണ്ട്, പല കഥകളുണ്ട്, എൻ്റെ പാട്ടുകളിലുണ്ട്. എൻ്റെ ഒരു പ്രഹേളികയാണല്ലേ അത്? സത്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്, സംഭവങ്ങൾ വിശ്വസിക്കാൻ. ഞാനത് നല്ലൊരു സൈക്കോ അനാലിസിസിൻ്റെ സഹായം കൂടി തേടിയിട്ടുണ്ട്. ഞാൻ ജയേട്ടൻ്റെ ഈ സംഗീത സബരിയ ഒന്ന് അതിലദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാര്യം ചെയ്യുള്ളൂ, സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവന്ന് സൈക്കാട്രിസ്റ്റിനെ കൂടെ നിയമിച്ചോളൂ. തീർച്ചയായിട്ടും എന്താ അടുത്ത ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ചേട്ടൻ ചെയ്യും. കള്ളിച്ചെല്ലമേലെ ആ ഗാനം കരിമുകിൽക്കാട്ടിൽ ചേട്ടാ ആ ഒരു 2 വരി കേട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഇൻ്റർവ്യൂ അപൂർവം. ഈ പാട്ട് ഞാൻ എന്നെ ആദ്യം പഠിപ്പിച്ച സിനിമയെ കൊണ്ട് പഠിപ്പിക്കുന്ന പരമോണ്ണന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അണ്ണനാണ് ഈ പാട്ട് എന്നെ കൊണ്ട് പാടിച്ചത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല അണ്ണൻ്റെ. അദ്ദേഹം ഈ 2 കൊല്ലം മരിക്കുന്നവരെ തൃശ്ശൂർ എപ്പോഴും ഞങ്ങൾ മിക്ക ദിവസവും കാണാറുണ്ട്. ഇപ്പോൾ കരിമുകിൽക്കാട്ടിലെ ഈ പാട്ട് ഈ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ മറക്കാൻ പറ്റാത്തൊരു പാട്ടായി എനിക്ക് കിട്ടിയതിന് കാരണക്കാരൻ പരമോണ്ണനാണ്. പിന്നെ അതിൻ്റെ ഈ അടുത്ത കാലത്ത് ഏതൊരു വിദ്വാൻ എന്ന് പറയാം, ഈ പാട്ട് ചാനലിലോട്ട് കരിമുകിൽക്കാട്ടിലെ പാടിയിട്ട് ഓർക്കസ്ട്ര എന്തൊക്കെയോ വായിച്ചു, അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ടുള്ള ട്യൂണ്. അപ്പോൾ രാഘവ മാഷ് എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് വലിയ സങ്കടമായി, ജയൻ നമ്മുടെ കരിമുകിൽക്കാട്ടിലെ ആ ഒരു ഏതൊരാൾ വളരെ മോശമായിട്ട് വായിച്ച് എന്നെ എങ്ങനെ ദ്രോഹിക്കണോ നമ്മളെ എങ്ങനെ ദ്രോഹിക്കണോ വെച്ചു. ഞാൻ വിട്ടില്ല. അതായത് ഞാൻ പ്രത്യേകം പറഞ്ഞു, അതായത് ആ പാട്ടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ കരിമുകിൽക്കാട്ടിലെ ഒന്ന് ഫ്ലൂട്ട്, ഗുണസിംഗ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്, വലിയൊരു മ്യൂസിഷ്യൻ ഉണ്ടായിരുന്നു, ഫ്ലൂട്ടിസ്റ്റ്. അദ്ദേഹമാണ് എൻ്റെ കരിമുകിൽക്കാട്ടിൽ ഇനിയെന്നു കാണും നമ്മൾ തിരമാലമല്ലേ ചൊല്ലിയുമ്പോൾ ഒരു ഫ്ലൂട്ടിൻ്റെ ഒരു ബിറ്റുണ്ട്. അത് ആ പാട്ടിൻ്റെ ഒരു ഭാവമാണ്, ആ ഫ്ലൂട്ടാണ് അതിൻ്റെ ആ പാട്ടിൻ്റെ ഭംഗി ഏറ്റവും. അതുപോലെ തന്നെ അടുത്ത സ്റ്റാൻസാണ് കരയുന്ന രാക്കളിയെ അത് കരച്ചിലാണ്. അപ്പോൾ അതിൽ ഓബോ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് ഈ ഷേനായി മതി ഗണേശപ്പോഴുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ഗണേശൻ എന്ന് പറഞ്ഞ് തടിച്ചിട്ട് അങ്ങനെ ഓബോയിൽ വായിച്ചു. അത് ദുഃഖം അങ്ങനെ വഴിഞ്ഞൊഴുകണം ഇൻസ്ട്രുമെൻ്റ്. ഈ രണ്ട് ഇൻസ്ട്രുമെൻ്റാണ് ഇതിൻ്റെ ഈ പാട്ടിനെ ഏറ്റവും അത് കൊണ്ടുപോയിട്ട് ഇവന്മാരെ കൊണ്ടുപോയിട്ട് കൊണ എന്ന് പറഞ്ഞ് എന്തൊക്കെ വായിച്ച് വൃത്തികേടാക്കി. അപ്പം ഞാൻ പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ആ ട്യൂൺ ആ ബാക്ക്ഗ്രൗണ്ട് തന്നെ വായിച്ചോളൂ, നിങ്ങളെന്തിനും നിങ്ങളുടെ രീതിയിൽ ആ പാട്ട് കാര്യമില്ല, നശിപ്പിക്കണതിനാ പാട്ടിനെ ഞാൻ ചോദിച്ചു. ഇതൊക്കെ രാഘവമാഷ ദുഃഖമായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വേദന ഉണ്ടായിരുന്നു. അതെ, കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. ഇനിയെന്നു കാണും നമ്മൾ തിരമാലമെല്ലെ ചൊല്ലി ചക്രവാളമാകെ നിന്റെ ഗൽഗതം മുഴങ്ങിടുന്നു കരിമുകിൽ കാട്ടിലെ. എന്തൊരു സംഗീതം! കരയുന്ന രാക്കിളിയെ തിരിഞ്ഞൊന്ന് നോക്കിയിടാതെ മധുമാസ ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളിത്തേരിൽ കരിമുകിൽ കാട്ടിലെ. അതെ, ഇതെല്ലാം കാണുമ്പോൾ നേരത്തെ ദുഃഖവും കൂടി ഉണ്ട് കാണുമ്പോൾ. പഴയ കാലങ്ങൾ കഴിഞ്ഞല്ലോ എന്ന് കളിക്കുമ്പോൾ തിരിച്ചാ കാലത്തേക്ക് തിരിഞ്ഞ് പോയിരുന്നെങ്കിൽ ആലോചിക്കാറുണ്ട്. ദുഃഖം ആ കാലത്തേക്ക് എന്തൊരു കാലമായിരുന്നു, കാലഘട്ടം. ആ പാട്ടുകളും ആ കാലഘട്ടം, അന്ന് റെക്കോർഡിങ്സും, അന്നൊരു സ്റ്റുഡിയോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ മാതിരിയായിരുന്നു, ഉത്സവം മാതിരിയായിരുന്നു.